1902 കിഴക്കൻ നേപ്പാളിലെ വനാന്തരങ്ങളിൽ ഡോക്കോ വിഭാഗത്തിൽപ്പെട്ട ഒരു കൂട്ടം ആളുകൾ ജീവിച്ചിരുന്നു. അവിടെ ഒരു ധീരയായ പെൺകുട്ടിയുണ്ടായിരുന്നു. ഒരു വലിയ വേട്ടക്കാരിയാകണമെന്നായിരുന്നു അവളുടെ ആഗ്രഹം. എന്നാൽ അവിടെ സ്ത്രീകൾക്ക് വേട്ടയ്ക്ക് പോകാൻ അനുവാദമില്ലായിരുന്നു. പുരുഷന്മാർ മാത്രമായിരുന്നു വേട്ടയ്ക്ക് പോയിരുന്നത്. തനിക്കൊരു വേട്ടക്കാരിയാകാൻ പറ്റില്ലല്ലോ എന്നോർത്ത് അവൾ ദുഃഖിച്ചു. പക്ഷേ എങ്ങനെയെങ്കിലും തനിക്കൊരു വേട്ടക്കാരിയാകണമെന്ന് അവൾ മനസ്സിലുറപ്പിച്ചു. നക്ഷത്രങ്ങളെ ദൈവങ്ങളായി കണ്ടിരുന്നവരായിരുന്നു അവർ. തൻ്റെ ആഗ്രഹം സഫലമാക്കാൻ തന്നെ ഒരു ആൺകുട്ടിയായി മാറ്റുമോ എന്ന് നക്ഷത്രങ്ങളോടവൾ പ്രാർത്ഥിച്ചു. അന്നൊരു പൗർണമി ദിവസമായിരുന്നു. അതേസമയം ആകാശത്തിലൂടെ ഒരു വാൽനക്ഷത്രം കടന്നുപോയിരുന്നു. പെട്ടെന്നൊരു വെളിച്ചം വന്നു. രാവിലെ അവൾ കണ്ണു തുറന്നു നോക്കിയപ്പോൾ അവൾ ഒരു ആൺകുട്ടിയായി മാറിയിരുന്നു. ആൺകുട്ടിയായി മാറിയതിൽ അവൾ ഒരുപാട് സന്തോഷിച്ചു. അവൾ നക്ഷത്രങ്ങളോട് നന്ദി പറഞ്ഞു. അങ്ങനെ അവൻ ഒരു വേട്ടക്കാരനായി മാറി. അവരുടെ കൂട്ടത്തിലെ ഏറ്റവും വലിയ വേട്ടക്കാരനായി അവൻ വളർന്നു. അവിടെ നിലനിന്നിരുന്ന നിയമങ്ങളെല്ലാം അവൻ പൊളിച്ചു മാറ്റി. പിന്നീട് സ്ത്രീകളും അവിടെ വേട്ടയ്ക്ക് പോകാൻ ആരംഭിച്ചു. ராதா காதல் வராதா நவநீதர் பாதை போதை தொடாத വരില്ല. നീ നല്ല ഫിറ്റാ. ഇനിയും കുറച്ചുകൂടെ കുടിക്കാം. എന്ത് നല്ല ദിവസം. മടുത്ത് ഈ ജീവിതം, ഒരു സമാധാനമില്ലാത്ത ജീവിതം. എനിക്ക് വയ്യ ജീവിക്കാൻ. സമാധാനം ഇല്ലാതെ ജീവിതമാണെങ്കിൽ ജീവിക്കല്ലേ, അപ്പോഴേ ചത്തോണം. നിനക്ക് എന്നെ ഒന്ന് ആശ്വസിപ്പിച്ചുകൂടാ അതേണ്ടി. ഞാൻ വെറുതെ ആശ്വസിപ്പിച്ച് എന്തിനാ നീ ഇങ്ങനെ ജീവിക്കുന്നേ? ഞാനെങ്ങനെ അറിയാം അപ്പ ചത്ത് തന്നെ. എനിക്ക് മനസ്സമായ ചാകാൻ പോലും പറ്റാത്ത അവസ്ഥയെ. ചാകാൻ എന്താണ് മനസ്സമാധാനം? ചത്ത് കഴിഞ്ഞല്ലേ മനസ്സമാധാനം കിട്ടുന്നത്. അയ്യോ, നിനക്കത് പറഞ്ഞാൽ മനസ്സിലാവില്ല. ജോലി കിട്ടിയപ്പോൾ ഞാൻ പോയി EMI ഇട്ട് ബൈക്ക് എടുത്ത്, ഫോൺ എടുത്ത്, വീട്ടിലേക്ക് ഒരു വലിയ TV വാങ്ങി. അതിൻ്റെ EMI അടയ്ക്കാനായിട്ട് ഡെയിലി ജോലിക്ക് പോണ്. കമ്പനി ഡെയിലി എന്നെ അങ്ങോട്ട് തട്ടി ഇങ്ങോട്ട് തട്ടി, ചുമ്മാ തട്ടി 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 തട്ടി. എനിക്ക് പിന്നെ അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നുമില്ല. ജോലിയില്ല, കടങ്ങളും ഇല്ല, പൈസയും ഇല്ല, പ്രശ്നങ്ങളും ഇല്ല. ഇന്ന് പ്രത്യേകിച്ച് എനിക്ക് നല്ല ദിവസമായിരുന്നു. കർത്താവെ കാത്താനെ. ഞാൻ നല്ല ദിവസമൊക്കെ കണ്ടിട്ട് വർഷങ്ങളായി. ഓരോ ദിവസവും നല്ലതാകുന്നതും ചീത്തയാകുന്നതും നമ്മുടെ മൈൻഡ് സെറ്റ് പോലെ ഇരിക്കും. പ്രശ്നങ്ങളെ നമ്മൾ എങ്ങനെ ഫേസ് ചെയ്യുന്നു എന്നതാണ് കാര്യം. ഞാനായിട്ട് ജീവിക്കും, അപ്പൊ നിനക്ക് മനസ്സിലാകും എൻ്റെ പ്രശ്നം എന്താന്ന്. എന്താടാ ഈ കയറ്റം കേറിയിട്ടും കേറിയിട്ടും തീരാതെ. നടന്നിട്ടങ്ങ് നീങ്ങുന്നില്ല. നമുക്കിവിടെ അങ്ങ് ഇരിക്കും. ഒന്ന് മാറിക്കേ. കൊന്നോടാ. ചേട്ടാ, ആർക്കാരാ പ്രശ്നമില്ലാത്തത്? ഈ ലോകത്തുള്ള എല്ലാവർക്കും പ്രശ്നമുണ്ട്. പ്രശ്നം എന്താ ഉണ്ടാകുന്നത്? നമ്മളത് പരിഹരിക്കാൻ. പ്രശ്നം ഉണ്ടായാലല്ലേ നമുക്കത് പരിഹരിക്കാൻ പറ്റത്തുള്ളൂ. പ്രശ്നം ഉണ്ടാകും പരിഹരിക്കും, പ്രശ്നം ഉണ്ടാകും പരിഹരിക്കും. ഇതല്ലേ ജീവിതം. പ്രശ്നം മാത്രം ജീവിതമായിട്ടുള്ളവരോ? ഏടാ, നിന്റെ പ്രശ്നം ഒരു പ്രശ്നമേ അല്ല. നിന്റെ ഭാഗത്ത് ഞാനായിരുന്നെങ്കിൽ സുഖമായിട്ടത് പരിഹരിച്ചേനെ. ദൈവമേ, ഒരു ദിവസം എന്റെ സ്ഥാനത്ത് ഇവന്റെ സ്ഥാനത്ത് എന്നെ ആക്കാൻ പറ്റുമോ? നിനക്കെന്താടാ ഭ്രാന്തായോ? മിക്കവാറും ആവും. ബാ, നമുക്ക് വീട്ടിൽ പോവാം. പിന്നെ ഇപ്പൊ ഭയങ്കര വേണമല്ലോ. അവൻ പോയോ? ഇനി എന്നെ ആര് കൊണ്ടുപോകും?
അയ്യോ സമയം പോയല്ലോ. ഏ അയ്യോ എന്റെ മുഖം ഇതല്ലല്ലോ എന്റെ മുഖം. എന്റെ മുഖത്തിന് എന്ത് പറ്റി? എന്റെ തലമുടി, എന്റെ ഹെയർ സ്റ്റൈൽ, ഡാ, എന്റെ സുന്ദരമായ മുഖമല്ലേ ഇത്? ഡാ, ഉണ്ണി എണീക്കടാ. ശല്യപ്പെടുത്താ എടാ, പോടാ ഉണ്ണി നിനക്ക്. എണീക്കടാ. ഞാനെന്താ ഇവിടെ? അയ്യോ ഞാനെന്താ ഇവിടെ? എനിക്കെങ്ങനെ അറിയാം? ഒരു ദിവസം എൻ്റെ സ്ഥാനത്ത് ഇവൻ്റെ സ്ഥാനത്ത് എന്നെ ആക്കാൻ പറ്റുമോ? ഇന്നലെ ഒരു തമാശയ്ക്ക് പറഞ്ഞതാ, ശരിക്കും അങ്ങ് മാറ്റിക്കളഞ്ഞല്ലോ.